മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹത്തെ കാണുന്നത് എങ്ങനെയാണ്? ഇദാ അതാകും മൻ തറലൗന ദീനഹു വഅമാനത, നല്ല വിശ്വസ്തനായ മതബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ വിവാഹം അന്വേഷിച്ചു വന്നാൽ ഫസവ്വിജൂഹു, അവനാണ് നിങ്ങൾ മക്കളെ കല്യാണം ചെയ്തു കൊടുക്കേണ്ടത്. അത്തരത്തിലുള്ള ചെറുപ്പക്കാർക്കാണ് നിങ്ങൾ പെങ്ങന്മാരെ കെട്ടിച്ചു കൊടുക്കേണ്ടത്. എന്തുകൊണ്ട്? ഇല്ലാ തഫ്അലൂഹു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. നല്ല സ്വഭാവമുള്ള നല്ല വിശ്വസ്തരായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാർക്കല്ല നിങ്ങൾ മക്കളെ കല്യാണം ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ കല്യാണത്തോടു കൂടെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും നാശങ്ങൾ കയറി വരും എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ. എങ്ങനെയില്ലെങ്കിൽ നല്ല മതബോധമുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന വിശ്വസ്തനായ ചെറുപ്പക്കാരനല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെ കല്യാണം ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ അള്ളാന്റെ ഹബീബ പറയുന്നത് തകുൻ ഫിൽ അർളി ഫിത്നത്തുൻ വഫസാദുൻ അരീർ, ഭൂമിയിൽ വ്യാപകമായ നാശങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയുടെ മറ്റൊരു അധ്യാപനം ഇങ്ങനെയാ, യാ മഅ്ശറ ശബാബ്, ഓ ചെറുപ്പക്കാരെ, മനിസ്തതാ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ നിന്ന് ആർക്കാണോ വിവാഹത്തിന്റെ ചെലവേറ്റെടുക്കാൻ കഴിയുക ഫല്യതസവ്വജ, അവർ വിവാഹം ചെയ്യട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്. ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയം, ലോകത്തെല്ലാ ഒളിച്ചോട്ടങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ലോകത്തെല്ലാ ഒളിച്ചോട്ടങ്ങളുടെയും തുടക്കം ഏതാണെന്നറിയോ? ഒന്നുകിൽ സംസാരമാണ്, അല്ലെങ്കിൽ കാണലാണ്. അള്ളാഹുവിന്റെ ഹബീബ പറയുന്നത് ഒന്നുകിൽ കാണലാണ്, അല്ലെങ്കിൽ സംസാരിക്കലാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് അതാണ് പിന്നെ ശാരീരികമായ ബന്ധത്തിലേക്ക് താല്പര്യമുണ്ടാക്കുന്നത്. വാപ്പ അനുവദിക്കുന്നില്ല, ഉമ്മ അനുവദിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ ഒളിച്ചോട്ടങ്ങളായി, അവരെ കാണാതെ ഒളിച്ചോടുകയായി. അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് പ്രായമായാൽ ആണാകട്ടെ പെണ്ണാകട്ടെ വേഗം കല്യാണം ചെയ്തു കൊടുക്കണേ, വേഗം വിവാഹം ചെയ്തു കൊടുക്കണേ. ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വഅഹ്സനു ലിൽ ഫർജ്, അത് അവരുടെ കണ്ണിനെ തെറ്റായ നോട്ടങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താനും ഗുഹ്യഭാഗങ്ങളെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനും അത് സഹായിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏറ്റവും വലിയ അധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ധർമ്മമായിട്ടാണ് അല്ലാഹു വിവാഹത്തെ കാണുന്നത്. അധർമ്മങ്ങളിൽ നിന്ന്, ഏറ്റവും വലിയ അധർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല രക്ഷാ കവചമായി, ധർമ്മമായാണ് അള്ളാഹുവിന്റെ ഹബീബ് വിവാഹത്തെ പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതെന്തിനാണെന്ന് ചോദിച്ചാൽ കേവല ആചാരമോ ചടങ്ങോ ആണ് എന്ന് മനസ്സിലാക്കരുത്. ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം ആരാധനയാണ്, ഇബാദത്താണ്. എന്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ നിങ്ങൾ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയാ, 3 പേര് കടന്നു വരുന്നു ഇങ്ങോട്ട് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക്. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് 3 സ്വഹാബികൾ കയറി വരുന്നത്. എന്തിനാണ്? അള്ളാഹുവിന്റെ ഹബീബിന്റെ ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ, റസൂലുള്ളാഹിന്റെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 3 സ്വഹാബികളും റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നിട്ട് അള്ളാഹിന്റെ ഹബീബിന്റെ ഭാര്യമാരോട് ചോദിക്കുകയാണ് അവർ, റസൂലുള്ളാഹിന്റെ ഇബാദത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാ. ഫലമ്മാ ഉഖ്ബിറാ, അവർക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ കഅന്നഹും തഖാല്ലൂഹാ, അവരത് വളരെ
കുറച്ചയായി കണ്ട പോലെ. എന്നിട്ട് അവർ പറഞ്ഞു അയിന നഹ്നു മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ എവിടെ കിടക്കുന്നു, റസൂലുള്ള എവിടെ കിടക്കുന്നു? അള്ളാന്റെ ഹബീബിന് അത്ര കുറച്ച് ഇബാദത്ത് മതി. കാരണം തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ. അള്ളാഹു സ്വർഗം കൊടുക്കാം എന്ന് പറഞ്ഞ ഹബീബല്ലേ. അതുകൊണ്ട് റസൂലുള്ള കുറച്ച് ഇബാദത്ത് ചെയ്താൽ മതി, ഞങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയാവുകയില്ലല്ലോ. എന്നിട്ട് അവർ പറഞ്ഞതെന്താ? ഖദ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു കഴിഞ്ഞു പോയ ദോഷവും വരാനിരിക്കുന്ന ദോഷവും ഒക്കെ അള്ളാഹു പുറത്തു കൊടുത്തതല്ലേ. നമ്മൾ അങ്ങനെയല്ലല്ലോ. അപ്പൊ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നമ്മൾ അത്ര ചെയ്താൽ പോരാ, നമ്മൾ ഏറെ അമൽ ചെയ്യണമെന്നാലേ രക്ഷപ്പെടാൻ കഴിയൂ. ആരാഹദും അവരിൽ ഒരാൾ പറഞ്ഞു, അമ്മ അനാ ഫഇന്നി ഉസല്ലിൽ ലൈല അബദാ, ഇനിയുള്ള ഒരു രാത്രിയും ഉറങ്ങൂല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ രാത്രികളിലും നിരന്തരമായി നിസ്കരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. വഅന ഉസല്ലിൽ ലൈല അബദാ, ഇനിയുള്ള ഒരു രാത്രിയും ഞാൻ ഉറങ്ങുകയില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വഖാല ആഖർ, അപ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞത്, അനാ സൂമുദ്ദഹറ വലാ ഉഫ്തിറു, എല്ലാ ദിവസവും അല്ലാഹു നോമ്പ് ഹറാമാക്കിയ ഏതാനും ചില ദിവസങ്ങളല്ലാതെ എല്ലാ ദിവസങ്ങളിലും നോമ്പെടുക്കാൻ ഞാനും തീരുമാനിച്ചിരിക്കുകയാണ്. വഖാല ആഖർ, അപ്പൊ വേറെ ഒരാൾ പറഞ്ഞു, അനാ അത്തസിലു നിസാ, ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഫലാ അതസവ്വജു അബദാ, നമ്മളെ എല്ലാ ചിന്തയിൽ നിന്നും തെറ്റിച്ചു കളയുന്നത് വിവാഹം കഴിക്കുമ്പോഴാണല്ലോ. വിവാഹം കഴിക്കുമ്പോഴാണ് നമുക്ക് നിസ്കരിക്കാൻ സമയം കിട്ടാതെ വരുന്നത്. ഭാര്യയെ പോറ്റാൻ, മക്കളെ പോറ്റാൻ, കഠിനാധ്വാനം ചെയ്യാൻ പോകുമ്പോഴാണല്ലോ നിസ്കാരം സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ പോകുന്നത്. മാത്രമല്ല ഭൗതികമായ ചുറ്റുപാടുകളിൽ നമ്മൾ മുഴുകേണ്ടി വരുന്നത്. ലാ അതസവ്വജു അബദാ, ഞാൻ വിവാഹം കഴിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്റെ എല്ലാ സമയവും എന്റെ റബ്ബിന് തന്നെ മാറ്റിവെക്കാലോ എന്ന് മൂന്നാമനായ സ്വഹാബി പറയുകയാണ്. ഫജാഅ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹിം, ഇതിങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അവരുള്ള സ്ഥലത്തേക്ക് വരുന്നത്. ഫഖാൽ, എന്നിട്ട് ഈ മൂന്ന് സ്വഹാബികളോടും ചോദിക്കാൻ, ചെറുപ്പക്കാരെ, വിവാഹത്തിന്റെ വേദികൾ കേക്കൂത്തുകൾ കൊണ്ട് നിറക്കുന്നവരെ കേൾക്കണേ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് ഇത് പറഞ്ഞ മൂന്ന് സ്വഹാബികൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരോട് പറയുകയാണ്, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞവരാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അതേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, അമാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആള് ഞാനാണ്. വതഖാകും ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളും ഞാനാണ്. ലാകിന്നി അസ്വമു, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്. വഅഫ്തിറു, സുന്നത്തായ നോമ്പുകൾ ഞാൻ, നിർബന്ധമായ നോമ്പ് ഞാൻ പൂർണ്ണമായും അനുഷ്ഠിക്കുന്നുണ്ട്. സുന്നത്തായത് ഞാൻ അനുഷ്ഠിക്കുകയും മുറിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വഉസല്ലി, അല്ലാഹു നിർബന്ധമാക്കിയ എല്ലാ നിസ്കാരവും ഞാൻ നിർവഹിക്കുന്നുണ്ട്. ശ്രേഷ്ഠമാക്കിയത് ഞാൻ നിസ്കരിക്കുന്നുണ്ട്. വഅർഖുദു, ഞാൻ ഉറങ്ങുകയും ചെയ്യുന്നുണ്ട്. വഅതസവ്വജുൻ നിസാ, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, അതുകൊണ്ട് എന്റെ മാർഗമല്ലാത്തതിനാരാണോ മാർഗമായി സ്വീകരിക്കുന്നത്, ഞാൻ വിവാഹം ചെയ്യുന്നില്ല എന്ന് ആരാണോ പറഞ്ഞത്, ഫലൈസ മിന്നി, അയാൾ എന്നിൽപ്പെട്ട ആളല്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് വിവാഹമല്ലേ? നോ. ഇസ്ലാം കാണുന്നത് ഏറ്റവും ബഹുമാനമുള്ള ഇബാദത്തായിട്ടാണ് നിക്കാഹിനെ കാണുന്നത്. ഞാൻ എന്തിനാദിത്യത്തോളം പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു എങ്ങനെയാണ് വിവാഹത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അല്ലാഹുവിന്റെ ഹബീബ് എങ്ങനെയാണ് വിവാഹത്തെ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പവിത്രമായ ഒരു ആരാധനാ കർമ്മമായിട്ടാണ് നിക്കാഹിനെ അല്ലാഹു കാണുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പവിത്രമായ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന ഈ ഇബാദത്തിനെ അതിന്റെ പവിത്രതയിൽ നിലനിർത്തുക എന്നത് അല്ലാഹുവിന്റെ അടിമകളായ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളായ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികൾ എന്ന് അഭിമാനം കൊള്ളുന്ന നമ്മുടെ ധർമ്മമാണ്. എന്റെ സഹോദരങ്ങളെ, മുസ്ലിം എന്ന് പറയുന്ന നമ്മുടെ ധർമ്മമാണ്.